ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പുതുതലമുറ GST പരിഷ്കാരങ്ങൾ ഗാർഹിക ചെലവുകൾ ലഘൂകരിക്കുമെന്നും സമ്പാദ്യം വർദ്ധിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചരക്ക് സേവന നികുതി പരിഷ്കാരങ്ങൾ പ്രാബല്യത്തിൽ വന്നതോടെ നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ 400-ലധികം ഉൽപ്പന്നങ്ങൾക്ക് വില കുറഞ്ഞു. നാളെ ആയുർവേദ ദിനം. മനുഷ്യനും പരിസ്ഥിതിക്കുമിടയിലുള്ള ഐക്യം എന്ന തത്വത്തിൽ വേരൂന്നിയ ജീവശാസ്ത്രമാണ് ആയുർവേദമെന്ന് കേന്ദ്ര സഹമന്ത്രി പ്രതാപ് റാവു ജാദവ്. ലോകമെമ്പാടുമുള്ള പ്രവാസികളുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രവാസികൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രാബല്യത്തിൽ. നവരാത്രി ആഘോഷങ്ങൾക്ക് രാജ്യത്ത് തുടക്കമായി. നവരാത്രി വിഗ്രഹ ഘോഷയാത്ര അല്പസമയത്തിനകം തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരും. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം മറ്റന്നാൾ. വാർത്തകൾ വിശദമായി. 2030 ആകുമ്പോഴേക്കും സൌരോർജ്ജം, കാറ്റ്, ജലവൈദ്യുത പദ്ധതികൾ തുടങ്ങിയ പാരമ്പര്യേതര സ്രോതസ്സുകളിൽ നിന്ന് 500 ജിഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതേ ദിശയിലാണ് അരുണാചൽ പ്രദേശ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അരുണാചൽ പ്രദേശിൽ 5100 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച ശേഷം ഇറ്റാനഗറിലെ ഇന്ദിരാഗാന്ധി പാർക്കിൽ പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഷിയോമി ജില്ലയിലെ 2 പ്രധാന ജലവൈദ്യുത പദ്ധതികൾക്കും തവാങ്ങിൽ ഒരു കൺവെൻഷൻ സെന്ററിനും ശ്രീ മോദി തറക്കല്ലിട്ടു. പുതുതലമുറ GST പരിഷ്കാരങ്ങളുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ സ്ത്രീകളായിരിക്കുമെന്നും പുതിയ പരിഷ്കാരങ്ങൾ പ്രതിമാസ ഗാർഹിക ചെലവുകൾ ലഘൂകരിക്കുകയും സമ്പാദ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. आज से GST को भी हमने सिर्फ 2 स्लैब तक सीमित कर दिया है, 5% और 18%. बहुत सारी चीजें अब टैक्स फ्री हो गई है. बाकी सामान पर भी टैक्स बहुत कम हो गया है. कोई स्कूटर, बाइक खरीदना है, बाहर खाना पीने के लिए जाना है, ये सब पहले से सस्ते हो गए हैं. ये GST बचत उत्सव आपके लिए बहुत यादगार बनने वाला है. GST പരിഷ്കാരങ്ങൾ നിലവിൽ വന്നതോടെ നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ 400-ലധികം ഉൽപ്പന്നങ്ങൾക്ക് വില കുറഞ്ഞു. വെണ്ണ, നെയ്യ്, പാലുൽപ്പന്നങ്ങൾ, ഷാംപൂ, ഹെയർ ഓയിൽ തുടങ്ങിയവയ്ക്കും വില കുറഞ്ഞു. AC, LED, 32 ഇഞ്ചിന് മുകളിലുള്ള TV ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് സാധനങ്ങളുടെ വിലയിലും ഗണ്യമായ കുറവുണ്ടായി. ആരോഗ്യ ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് എന്നിവയ്ക്ക് നികുതി ഒഴിവാക്കിയതും കൃഷി, ആരോഗ്യം എന്നീ മേഖലകളിലെ ഉൽപ്പന്നങ്ങളുടെ വില കുറഞ്ഞതും സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകും. പുതിയ GST പരിഷ്കാരങ്ങൾ നടപ്പിലായ ശേഷം ജനങ്ങൾക്കിടയിൽ സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും തരംഗം പ്രകടമായതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. ഉപഭോഗ വസ്തുക്കളുടെ GST നിരക്കുകൾ കുറച്ചത് മധ്യവർഗ കുടുംബങ്ങൾക്കും സാമ്പത്തികമായി ദുർബലരായ വിഭാഗങ്ങൾക്കും ഗുണം ചെയ്യുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. GST പരിഷ്കരണം നിലവിൽ വന്നതോടെ സംസ്ഥാനത്തിന്റെ വരുമാനത്തിൽ കുറവ് ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. പരിഷ്കരണത്തിന്റെ ഗുണഫലങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പുതുതലമുറ GST നിരക്ക് രാജ്യത്ത് പ്രാബല്യത്തിൽ വന്ന സാഹചര്യത്തിൽ കളിപ്പാട്ടങ്ങളുടെ GST കുറച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് നന്ദി രേഖപ്പെടുത്തുകയാണ് സെഫീർ ടോയ് മേക്കേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ CEO മോയിസ് ഗബാജിവാല. കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലുമുള്ള കുട്ടികൾക്കും കളിപ്പാട്ടങ്ങൾ വാങ്ങാനാകുന്ന സാഹചര്യം ഒരുക്കിയതായും അദ്ദേഹം പറഞ്ഞു. Toys are extremely important for every single child. For some sections of society, toys would be a little bit beyond what they could afford. But with this one positive move of making toys from 12% GST rate to a 5% GST rate, our Honorable Prime Minister has brought toys, made it a lot more affordable to a larger section of society. നാളെ ആയുർവേദ ദിനം. ജനങ്ങൾക്കും ഗ്രഹത്തിനും വേണ്ടി ആയുർവേദം എന്നതാണ് ഈ വർഷത്തെ ആയുർവേദ ദിന പ്രമേയം. ആയുർവേദം വെറും ഒരു ആരോഗ്യ സംരക്ഷണ സംവിധാനമല്ല, മറിച്ച് മനുഷ്യനും പരിസ്ഥിതിക്കും ഇടയിലുള്ള ഐക്യം എന്ന തത്വത്തിൽ വേരൂന്നിയ ജീവശാസ്ത്രമാണെന്ന് കേന്ദ്ര ആയുഷ് സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് പറഞ്ഞു. 10ാമത് ആയുർവേദ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നാളെ വൈകിട്ട് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ദിനാചരണത്തോടനുബന്ധിച്ച് 14.39 കോടി രൂപയുടെ 12 പദ്ധതികളുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. VK പ്രശാന്ത് MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ലോകമെമ്പാടുമുള്ള പ്രവാസികളുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രവാസികളായ കേരളീയർക്കും കുടുംബാംഗങ്ങൾക്കുമായി നോർക്ക റൂട്ട്സ് നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി നോർക്ക കെയർ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുമുള്ള പ്രവാസി മലയാളികൾക്കും കുടുംബാംഗങ്ങൾക്കും പദ്ധതിയിൽ അംഗങ്ങളാകാൻ കഴിയും. പൊതുസേവനവും സദ്ഭരണവും മുഖമുദ്രയാക്കി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 11 വർഷത്തിനിടെ സ്മാർട്ട് സിറ്റി പദ്ധതിയിലൂടെ നഗര ഇടങ്ങൾ പുനർനിർമ്മിക്കുകയും പൌരന്മാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതിനായി നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളാണ് പ്രത്യേക പരമ്പരയായ സേവാ പർവിൽ ഇന്ന്. സ്മാർട്ട് സിറ്റി പദ്ധതി രാജ്യത്തിന്റെ നഗര ഭൂപ്രകൃതിയെ പുനർനിർമ്മിക്കുകയും അഭിലാഷങ്ങളെ യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുന്നു. 2015 ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച സംരംഭം ഇന്ത്യയിലെ നഗരങ്ങളിലെ ജീവിത നിലവാരം ഉയർത്താൻ ലക്ഷ്യമിടുന്നു. പൂനെയിലെ സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകളിലേക്ക്. ये स्मार्ट सिटी कंसेप्ट ये अपने आप में एक बहुत बड़ा जन आंदोलन है. ये बीते हुई कल के अनुभव के आधार पर उज्जवल भविष्य की नींव रखने का एक सार्थक प्रयास है. ശ്രദ്ധേയമായ പുരോഗതിയാണ് കഴിഞ്ഞ ദശകത്തിൽ പദ്ധതി കൈവരിച്ചത്. 8,000-ലധികം പദ്ധതികളിൽ ഏകദേശം 94% പൂർത്തിയായി കഴിഞ്ഞു. പുതിയ ഇന്ത്യയ്ക്കായി നഗരവികസനത്തെ പുനർനിർവചിക്കുന്ന നാഴികക്കല്ലായി നിലകൊള്ളുകയാണ് സ്മാർട്ട് സിറ്റി പദ്ധതി. നവരാത്രി ആഘോഷങ്ങൾക്ക് രാജ്യത്ത് തുടക്കമായി. രാജ്യത്തെ ജനങ്ങൾക്ക് നവരാത്രി ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ ഉത്സവകാലത്ത് ഏവരുടെയും ജീവിതം ആരോഗ്യപൂർണവും സൌഭാഗ്യകരവുമാകട്ടെ എന്ന് ശ്രീ മോദി ആശംസിച്ചു. തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള നവരാത്രി വിഗ്രഹ ഘോഷയാത്രയ്ക്ക് നേമത്ത് ഔദ്യോഗിക സ്വീകരണം നൽകി. ഘോഷയാത്ര അല്പസമയത്തിനകം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരും. തലസ്ഥാനത്ത് രാത്രി 8 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോഴിക്കോട് ചാലപ്പുറം കേസരി ഭവനിൽ നടക്കുന്ന നവരാത്രി സർഗോത്സവത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വയനാട് സുഗന്ധഗിരി ട്രൈബൽ മ്യൂസിയവും അദ്ദേഹം സന്ദർശിച്ചു. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം മറ്റന്നാൾ രാത്രി 8-ന് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. നിലവിൽ ഗ്രൂപ്പ് എയിൽ 6 പോയിന്റുമായി 1-ാം സ്ഥാനത്താണ് ഇന്ത്യ. ഇന്നലെ നടന്ന മത്സരത്തിൽ ടീം ഇന്ത്യ പാകിസ്ഥാനെ 6 വിക്കറ്റിന് കീഴടക്കിയിരുന്നു. നാളെ പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ സംയോജിത ബോധവൽക്കരണ പരിപാടിയുടെ മുന്നോടിയായി തിരുവനന്തപുരം വേളിയിൽ കടൽ തീര ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ, NCC, NSS വോളണ്ടിയർമാർ എന്നിവർ പങ്കെടുത്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 466 പോയിന്റ് താഴ്ന്ന് 82,160-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 125 പോയിന്റ് നഷ്ടത്തിൽ 25,202-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില ഉയർന്നു. പവന് 360 രൂപ വർദ്ധിച്ച് 82,920 രൂപയും ഗ്രാമിന് 10,365 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യം $5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയായി മാറുമ്പോൾ സമ്പദ് വ്യവസ്ഥയും പരിസ്ഥിതിയും പരസ്പരം യോജിക്കുന്ന തരത്തിൽ പരിസ്ഥിതി നിയന്ത്രണ ചട്ടങ്ങൾ വികസിപ്പിക്കേണ്ടത് ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ്. ഹരിതവും ശുചിത്വപൂർണവുമായ ഇന്ത്യയെ സൃഷ്ടിക്കുന്നതിൽ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പങ്ക് നിർണായകമാണെന്ന് ശ്രീ ഭൂപേന്ദർ യാദവ് വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ CPCBയുടെ 51ാമത് സ്ഥാപക ദിന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. പുതുതലമുറ GST പരിഷ്കാരങ്ങൾ ഗാർഹിക ചെലവുകൾ ലഘൂകരിക്കുമെന്നും സമ്പാദ്യം വർദ്ധിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചരക്ക് സേവന നികുതി പരിഷ്കാരങ്ങൾ പ്രാബല്യത്തിൽ വന്നതോടെ നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ 400-ലധികം ഉൽപ്പന്നങ്ങൾക്ക് വില കുറഞ്ഞു. നാളെ ആയുർവേദ ദിനം. മനുഷ്യനും പരിസ്ഥിതിക്കുമിടയിലുള്ള ഐക്യം എന്ന തത്വത്തിൽ വേരൂന്നിയ ജീവശാസ്ത്രമാണ് ആയുർവേദമെന്ന് കേന്ദ്ര സഹമന്ത്രി പ്രതാപ് റാവു ജാദവ്. ലോകമെമ്പാടുമുള്ള പ്രവാസികളുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രവാസികൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രാബല്യത്തിൽ. നവരാത്രി ആഘോഷങ്ങൾക്ക് രാജ്യത്ത് തുടക്കമായി. നവരാത്രി വിഗ്രഹ ഘോഷയാത്ര അല്പസമയത്തിനകം തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരും. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം മറ്റന്നാൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.